ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കേരള PSC പരീക്ഷയിൽ ബയോളജിയിൽ നിന്നും ചോദിച്ചു കാണുന്ന ഗ്രന്ഥികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അന്തഃസ്രാവി വ്യവസ്ഥ എന്താണ്? അന്തഃസ്രാവി ഗ്രന്ഥികളും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും ചേർന്നതാണ് അന്തഃസ്രാവി വ്യവസ്ഥ, എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. അന്തഃസ്രാവി ഗ്രന്ഥികളും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെയും ചേർത്തിട്ടാണ് അന്തഃസ്രാവി വ്യവസ്ഥ എന്ന് പറയുന്നത്. ശരീര പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട് അന്തഃസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളെ നമ്മൾ ഹോർമോണുകൾ എന്നാണ് വിളിക്കുന്നത്. ശരീര പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട് അന്തഃസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ഹോർമോണുകൾ. നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നത് എന്താണ്? അന്തഃസ്രാവി ഗ്രന്ഥി. നാളീരഹിത ഗ്രന്ഥികളാണ് അന്തഃസ്രാവി ഗ്രന്ഥികൾ. മനുഷ്യ ശരീരത്തിലെ രാസസന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഹോർമോണുകളാണ്. മനുഷ്യ ശരീരത്തിലെ രാസസന്ദേശവാഹകരാണ് ഹോർമോണുകൾ. അന്തഃസ്രാവി ഗ്രന്ഥികളെയും ഹോർമോണുകളെയും അവയുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളെയും കുറിച്ചുള്ള പഠനത്തെയാണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. അന്തഃസ്രാവി ഗ്രന്ഥികളെയും ഹോർമോണുകളെയും അവയുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളെയും കുറിച്ചുള്ള പഠനം എൻഡോക്രൈനോളജി. നമുക്ക് ഓരോ ഗ്രന്ഥിയെയും വിശദമായി നോക്കാം. ആദ്യമായിട്ട് പാൻക്രിയാസ് ഗ്രന്ഥി ചിത്രം നൽകിയിരിക്കുന്നു. അന്തഃസ്രാവി ഗ്രന്ഥി എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടും ബഹിർസ്രാവി ഗ്രന്ഥി എക്സോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി അഥവാ ആഗ്നേയ ഗ്രന്ഥി. എൻസൈം, ഹോർമോൺ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. മധുര ഗ്രന്ഥി എന്ന് അറിയപ്പെടുന്നതും പാൻക്രിയാസിനെയാണ്. എൻസൈമും ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. മധുര ഗ്രന്ഥി എന്നറിയപ്പെടുന്നതും പാൻക്രിയാസ് ആണ്. എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടും എക്സോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി. പാൻക്രിയാസിന്റെ സ്ഥാനം എവിടെയാണ്? ആമാശയത്തിന് താഴെയായിട്ടാണ് പാൻക്രിയാസിന്റെ സ്ഥാനം പറയുന്നത്. പാൻക്രിയാസ് ഗ്രന്ഥി സ്രവിക്കുന്ന ഹോർമോണുകൾ ഏതാണ്? ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ് പാൻക്രിയാസ് ഗ്രന്ഥി സ്രവിക്കുന്ന ഹോർമോണുകൾ. ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ. പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണുന്ന കോശ സമൂഹത്തെ നമ്മൾ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് വിളിക്കുന്നു. പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണുന്ന കോശ സമൂഹം ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്ലൂക്കഗോൺ. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ. അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഹോർമോൺ കൂടിയാണ് ഗ്ലൂക്കഗോൺ. അമിനോ ആസിഡിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ ആണ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. ഗ്ലൂക്കോസ് തന്മാത്രയുടെ കോശത്തിനകത്തേക്കുള്ള പ്രവേശനം ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇൻസുലിൻ എന്താണ്? ഗ്ലൂക്കോസ് തന്മാത്രകളുടെ കോശത്തിനകത്തേക്കുള്ള പ്രവേശനം ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഇൻസുലിൻ. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോണാണ് ഇൻസുലിൻ. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോൺ ഇൻസുലിൻ. ഇൻസുലിൻ കണ്ടെത്തിയത് ആരാണ്? ഇൻസുലിൻ കണ്ടെത്തിയത് ഫ്രെഡറിക് ബാൻറ്റിങ്ങും ചാൾസ് ബെസ്റ്റും ചേർന്നിട്ടാണ്. വർഷം 1921 ഫ്രെഡറിക് ബാൻറ്റിങ്ങും ചാൾസ് ബെസ്റ്റും ചേർന്നിട്ടാണ് ഇൻസുലിൻ കണ്ടെത്തിയത്. ഇൻസുലിൻ, കണ്ണുനീർ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് സിങ്ക്. ഇൻസുലിനും കണ്ണുനീരിലൊക്കെ കാണപ്പെടുന്ന ലോഹം സിങ്ക്. പ്രഭാത ഭക്ഷണത്തിന് മുൻപുള്ള രക്തപരിശോധനയിൽ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ തോത് എത്രയായാലാണ് പ്രമേഹം എന്ന് അനുമാനിക്കാൻ കഴിയുന്നത്? 126 മില്ലിഗ്രാം പെർ 100 മില്ലി ലിറ്റർ ആണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ്. പ്രഭാത ഭക്ഷണത്തിന് മുൻപുള്ള രക്തപരിശോധനയിൽ രക്തത്തിന്റെ ഗ്ലൂക്കോസിന്റെ തോത് എത്രയായാലാണ് പ്രമേഹം എന്ന് അനുമാനിക്കാൻ കഴിയുന്നത്? 126 മില്ലിഗ്രാം പെർ 100 മില്ലി ലിറ്റർ ആണ്. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എത്രയാണ്?
രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് 70 മുതൽ 110 മില്ലിഗ്രാം പെർ 100 മില്ലി ലിറ്റർ ആണ് വരേണ്ടത്. SCERT ക്ലാസ് 10 ബയോളജി പേജ് 42 ഇതിനെപ്പറ്റി വിശദമായി കൊടുത്തിട്ടുണ്ട്. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് 70 മുതൽ 110 മില്ലിഗ്രാം പെർ 100 മില്ലി ലിറ്റർ ആണ്. ഇൻസുലിന്റെ ഉൽപാദനം കുറയുന്നതിലൂടെ രക്തത്തിലെ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥയെ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നു. ഇമ്പോർട്ടൻറ്റ് ചോദ്യം, ഡയബറ്റീസ് മെലിറ്റസ് എന്നാൽ എന്ത്? ഇൻസുലിന്റെ ഉൽപാദനം കുറയുന്നതിലൂടെ രക്തത്തിലെ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥ, അതാണ് ഡയബറ്റീസ് മെലിറ്റസ്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് പഠനങ്ങളെ നോക്കാം. പല്ലിയെക്കുറിച്ചുള്ള പഠനത്തെ സോറോളജി എന്നും ചിലന്തിയെക്കുറിച്ച് അരക്കനോളജി, പുഷ്പം ആന്തോളജി, ഉരകങ്ങൾ ഹെർപ്പറ്റോളജി, പാമ്പിനെ കുറിച്ചുള്ള പഠനമാണ് ഒഫിയോളജി, കൈകൾ കീറോളജി, കാൽപാദം പോഡോളജി, ആൽഗയെക്കുറിച്ച് ഫൈക്കോളജി എന്നും വിളിക്കുന്നു. ആൽഗയെക്കുറിച്ചുള്ള പഠനം ഫൈക്കോളജി, ഫംഗസിനെ കുറിച്ച് മൈക്കോളജി, മത്സ്യത്തെക്കുറിച്ച് ഇക്തിയോളജി, മത്സ്യത്തെക്കുറിച്ചുള്ള പഠനം ഇക്തിയോളജി, സൂക്ഷ്മജീവികളായപ്പോൾ മൈക്രോബയോളജി, സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള പഠനം മൈക്രോബയോളജി, ജീവികളുടെ പുറംതോട് കോങ്കോളജി, പരാഗരോഗാണുക്കളെക്കുറിച്ചുള്ള പഠനമാണ് പാലിനോളജി, പരാഗരോഗാണുക്കൾ, കുതിരയെക്കുറിച്ച് ഹിപ്പോളജി, പുല്ലുകൾ അഗ്രസ്റ്റോളജി, സസ്തനികളെക്കുറിച്ചുള്ള പഠനത്തെ മാമോളജി എന്നും ഉറുമ്പിനെ കുറിച്ചുള്ള പഠനത്തെ മിർമക്കോളജി എന്നുമാണ് വിളിക്കുന്നത്. പല്ലി സോറോളജി, ചിലന്തി അരക്കനോളജി, പുഷ്പം ആന്തോളജി, ഉരകങ്ങൾ ഹെർപ്പറ്റോളജി, പാമ്പ് ഒഫിയോളജി, കൈകൾ കീറോളജി, കാൽപാദം പെഡോളജി അല്ലെങ്കിൽ പോഡോളജി, ആൽഗ ഫൈക്കോളജി, ഫംഗസ് മൈക്കോളജി, മത്സ്യം ഇക്തിയോളജി, സൂക്ഷ്മജീവികൾ മൈക്രോബയോളജി, ജീവികളുടെ പുറംതോട് കോങ്കോളജി, പരാഗരോഗാണുക്കൾ പാലിനോളജി, കുതിര ഹിപ്പോളജി, പുല്ലുകൾ അഗ്രസ്റ്റോളജി, സസ്തനികൾ മാമോളജി, ഉറുമ്പ് മിർമക്കോളജിയുമാണ്. അടുത്തതായിട്ട് തൈറോയിഡ് ഗ്രന്ഥിയെക്കുറിച്ച് നോക്കാം. ചിത്രം നൽകിയിരിക്കുന്നു. ഏറ്റവും വലിയ അന്തസ്രാവ്യ ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവ്യ ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥിയുടെ ആകൃതി ചിത്രശലഭത്തിന്റെ ആകൃതിയാണ്. ഏറ്റവും വലിയ അന്തസ്രാവ്യ ഗ്രന്ഥി ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥിയുടെ സ്ഥാനം എന്താണ്, അല്ലെങ്കിൽ ആകൃതി എവിടാണ്? ചിത്രശലഭ ആകൃതിയിലാണ്, തൊണ്ടയിലാണ് കാണപ്പെടുന്നത്. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിറ്റോണിനും. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ തൈറോക്സിനും കാൽസിറ്റോണിനുമാണ്. തൈറോക്സിന്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ള മൂലകം അയഡിനാണ്. തൈറോക്സിന്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ള മൂലകം അയഡിൻ. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ കാൽസിറ്റോണിനാണ്. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ കാൽസിറ്റോണിൻ. രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ കൂടിയാണ് കാൽസിറ്റോണിൻ. രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ കാൽസിറ്റോണിൻ. ബേസൽ മെറ്റാബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ ആണ്. ബേസൽ മെറ്റാബോളിക് റേറ്റ് നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ. ജീവൻ നിലനിർത്തുന്നതിന് മാത്രം മതിയാവുന്ന ഊർജ ഉപയോഗത്തെ അറിയപ്പെടുന്നത് ബേസൽ മെറ്റാബോളിക് റേറ്റ് എന്നാണ്. ജീവൻ നിലനിർത്തുന്നതിന് മാത്രം മതിയാവുന്ന ഊർജ ഉപയോഗത്തെ ബേസൽ മെറ്റാബോളിക് റേറ്റ് എന്ന് വിളിക്കുന്നു. ഭ്രൂണാവസ്ഥയിലും ശൈശവ അവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് തൈറോക്സിൻ. ഭ്രൂണാവസ്ഥയിലും ശൈശവ അവസ്ഥയിലും മസ്തിഷ്ക വളർച്ച, വികാസം എന്നിവ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ തൈറോക്സിൻ.
കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ. ഉപാജയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ കൂടിയാണ് തൈറോക്സിൻ. ഉപാജയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ തൈറോക്സിൻ. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥ ഹൈപ്പോതൈറോയിഡിസം എന്ന് വിളിക്കുന്നു. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയെ ഹൈപ്പോതൈറോയിഡിസം എന്ന് വിളിക്കുന്നു. തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്ന അവസ്ഥ ഹൈപ്പർ തൈറോയിഡിസം എന്ന് വിളിക്കുന്നു. തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്ന അവസ്ഥയെ ഹൈപ്പർ തൈറോയിഡിസം, തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥ ഹൈപ്പോതൈറോയിഡിസം എന്ന് വിളിക്കുന്നു. അയഡിന്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥി വീങ്ങുന്ന അവസ്ഥ ഗോയിറ്റർ എന്ന് വിളിക്കുന്നു. അയഡിന്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥി വീങ്ങുന്ന അവസ്ഥയാണ് ഗോയിറ്റർ. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗത്തെ ക്രിട്ടണിസം എന്ന് പറയുന്നു. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു രോഗത്തെയാണ് ക്രിട്ടണിസം എന്ന് പറയുന്നത്. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം മിക്സഡിമ എന്നും വിളിക്കുന്നു. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം മുതിർന്നവർക്ക് ഉണ്ടാകുന്ന രോഗം മിക്സഡിമ, കുട്ടികളിലായപ്പോൾ ക്രിട്ടണിസം. തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്നത് കൊണ്ടുള്ള രോഗമാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം എക്സോഫ്താൽമിക് ഗോയിറ്റർ. ഗ്രേവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. എന്താണ്? ഗ്രേവ്സ് ഡിസീസ് എന്നും അപരനാമം അല്ലെങ്കിൽ എന്നും അറിയപ്പെടുന്ന രോഗം എക്സോഫ്താൽമിക് ഗോയിറ്റർ ആണ്. ഗ്രേവ്സ് ഡിസീസ്, എക്സോഫ്താൽമിക് ഗോയിറ്റർ. അതെപ്പോഴാണ് വരുന്നത്? തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്നത് കൊണ്ടുള്ള രോഗമാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. അടുത്തതായിട്ട് പാരാതൈറോയിഡ് ഗ്രന്ഥിയെ കുറിച്ച് നോക്കാം. തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാരാതൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതോർമോൺ. പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ പാരാതോർമോൺ. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതോർമോൺ. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ പാരാതോർമോൺ. അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോൺ കൂടിയാണ് പാരാതോർമോൺ. അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോൺ പാരാതോർമോൺ. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ വൃക്കകളിൽ നിന്നും രക്തത്തിലേക്ക് കാൽസ്യത്തിന്റെ പുനരാഗീകരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ പാരാതോർമോൺ. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ വൃക്കകളിൽ നിന്നും രക്തത്തിലേക്ക് കാൽസ്യത്തിന്റെ പുനരാഗീകരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ പാരാതോർമോൺ ആണ്. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് എത്രയാണ്? 9 മുതൽ 11 മില്ലിഗ്രാം പെർ 100 മില്ലി ലിറ്റർ ആണ്. രക്തത്തിൽ കാൽസ്യത്തിന്റെ സാധാരണ അളവ് 9 മുതൽ 11 മില്ലിഗ്രാം പെർ 100 മില്ലി ലിറ്റർ ആണ്. പാരാതോർമോണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. പാരാതോർമോണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ടെറ്റനി. ടെറ്റനി ബാധിക്കുന്നത് പേശികളെയാണ്. ടെറ്റനി ബാധിക്കുന്ന അവയവം പേശികളെയാണ്. പാരാതോർമോണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. അടുത്തതായിട്ട് അഡ്രീനൽ ഗ്രന്ഥിയെ കുറിച്ച് നോക്കാം. 2 വൃക്കകളുടെയും മുകളിലായിട്ട് കാണുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി. സ്ഥാനം 2 വൃക്കകളുടെയും മുകളിലായിട്ട് കാണുന്നു. അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറം ഭാഗം അറിയപ്പെടുന്നത് കോർട്ടക്സ് എന്നാണ്. അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറം ഭാഗത്തെ കോർട്ടക്സ് എന്നും അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗത്തെ അറിയപ്പെടുന്നത് മെഡുല്ല എന്നുമാണ്. കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ നോക്കാം. കോർട്ടിസോൾ, അൽഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോണുകൾ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നത് കോർട്ടക്സ് ആണ്. അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറം ഭാഗമാണ് കോർട്ടക്സ്. അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗത്തെ മെഡുല്ല എന്നും അറിയപ്പെടുന്നു. കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ, അൽഡോസ്റ്റിറോൺ, പിന്നെ ലൈംഗിക ഹോർമോണുകളും ഉണ്ട്. മാംസ്യം, കൊഴുപ്പ് എന്നിവയെ വിഘടിപ്പിച്ചുകൊണ്ട് ഗ്ലൂക്കോസ് നിർമ്മാണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ.
മാംസ്യവും കൊഴുപ്പ് എന്നിവയെ വിഘടിപ്പിച്ചുകൊണ്ട് ഗ്ലൂക്കോസ് നിർമ്മാണത്തിന് സഹായിക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ ആണ്. ആസ്മ, സന്ധിവാതം എന്നിവയ്ക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഹോർമോൺ കൂടിയാണ് കോർട്ടിസോൾ. ആസ്മ, സന്ധിവാതം എന്നിവയ്ക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ. ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. ശരീരത്തിന്റെ വീക്കവും അലർജിയൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ ആണ്. പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിൽ ജല ലവണ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ അൽഡോസ്റ്റിറോൺ ആണ്. വൃക്കയിൽ പ്രവർത്തിച്ചുകൊണ്ട് ശരീരത്തിലെ ജല ലവണ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ അൽഡോസ്റ്റിറോൺ. മനുഷ്യ ശരീരത്തിൽ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന ഹോർമോണാണ് അൽഡോസ്റ്റിറോൺ. മനുഷ്യ ശരീരത്തിലെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന ഹോർമോൺ അൽഡോസ്റ്റിറോൺ ആണ്. അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായിട്ടുള്ള മെഡുല്ലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് എഫിനെഫ്രിനും നോർ എഫിനെഫ്രിനും. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് എപ്പിനെഫ്രിനെ ആണ്. അല്ലെങ്കിൽ അഡ്രീനാലിൻ എന്നും അറിയപ്പെടുന്ന എഫിനെഫ്രിനാണ് അടിയന്തര ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത്. സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ എപ്പിനെഫ്രിനാണ്. അല്ലെങ്കിൽ നോർ അഡ്രീനാലിനെയാണ് സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത്. അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായിട്ടുള്ള മെഡുല്ലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് എഫിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രീനാലിനെയാണ്. സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ എഫിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രീനാലിനെ ആണ്. അടിയന്തര ഘട്ടത്തിൽ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോണാണ് എഫിനെഫ്രിൻ. അടിയന്തര ഘട്ടത്തിൽ ശരീരത്തെ സജ്ജമാക്കുന്നു. വിശപ്പിനും ദഹന സഹായത്തിനും ഹോർമോണുകൾ. ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്രലിൻ. ഭക്ഷണ പദാർത്ഥം ഇല്ലാതെയാകുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിനെ ഗ്രലിൻ എന്നറിയപ്പെടുന്നു. വിശപ്പ് അനുഭവപ്പെടാൻ കാരണമായിട്ടുള്ള ഹോർമോൺ കൂടിയാണ് ഗ്രലിൻ. വിശപ്പ് അനുഭവപ്പെടാൻ കാരണമായിട്ടുള്ള ഹോർമോൺ ഗ്രലിൻ. ആമാശയ ദഹനരസങ്ങളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഗ്യാസ്ട്രിൻ ആണ്. ആമാശയ ദഹനരസങ്ങളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഗ്യാസ്ട്രിൻ. പാൻക്രിയാസിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും ആമാശയ രസത്തിന്റെ ഉൽപ്പാദനം കുറയ്ക്കുകയും ചെയ്യുന്ന ഹോർമോൺ സെക്രീറ്റിൻ എന്ന ഹോർമോണാണ്. പാൻക്രിയാസിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും ആമാശയ രസത്തിന്റെ ഉൽപ്പാദനം കുറയ്ക്കുകയും ചെയ്യുന്ന ഹോർമോൺ സെക്രീറ്റിൻ. അടുത്തതായിട്ട് തൈമസ് ഗ്രന്ഥി. മാറെല്ലിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. സ്ഥാനം എവിടെയാണ്? മാറെല്ലിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈമോസിൻ. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? തൈമോസിൻ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നതും തൈമോസിൻ ആണ്. യുവത്വ ഹോർമോൺ തൈമോസിൻ. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് തൈമോസിൻ. യുവത്വ ഗ്രന്ഥി തൈമസ് ഗ്രന്ഥിയാണ്. ശൈശവ കാലഘട്ടത്തിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുകയും പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാകുകയും ചെയ്യുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ശൈശവ കാലഘട്ടത്തിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുകയും പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതായി പോവുകയും ചെയ്യുന്ന ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി. ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ലിംഫോസൈറ്റുകളുടെ പാകപ്പെടുത്തലുകളും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥി കൂടിയാണ് തൈമസ് ഗ്രന്ഥി. ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി. അടുത്തതായിട്ട് പൈനിയൽ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ജൈവ ഘടികാരം ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പൈനിയൽ ഗ്രന്ഥിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പൈനിയൽ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി പൈനിയൽ ഗ്രന്ഥിയാണ്.
ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നത് അതിന് സഹായിക്കുന്നത് പൈനിയൽ ഗ്രന്ഥിയാണ്. നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഗ്രന്ഥി പൈനിയൽ ഗ്രന്ഥിയാണ്. പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് മെലാറ്റോണിനും സെറാട്ടോണിനും. പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോണുകൾ മെലാറ്റോണിൻ പിന്നെ സെറാട്ടോണിനുമാണ്. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. നമുക്ക് ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ. കൃത്യമായിട്ടുള്ള പ്രജനന കാലഘട്ടമാണ് ഉള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രിക്കുന്ന ഹോർമോൺ മെലാറ്റോണിനാണ്. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ മെലാറ്റോണിനാണ്. പകൽ സമയത്തെ അപേക്ഷിച്ച് രാത്രി കാലങ്ങളിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ. പകൽ സമയത്തേക്കാൾ രാത്രി കാലങ്ങളിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. മനുഷ്യ ശരീരത്തിലെ ജൈവ ഘടികാരം പൈനിയൽ ഗ്രന്ഥിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥിയും പൈനിയൽ ഗ്രന്ഥി. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പരിപാലിക്കുന്നത് പൈനിയൽ ഗ്രന്ഥി. പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോൺ ഏതൊക്കെയാണ്? മെലാറ്റോണിൻ, സെറാട്ടോണിൻ. ഉറങ്ങാൻ സഹായിക്കുന്നത് മെലാറ്റോണിൻ. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെലാറ്റോണിൻ. പകൽ സമയത്തെ അപേക്ഷിച്ച് രാത്രി കാലങ്ങളിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണും മെലാറ്റോണിനാണ്. പാലിന് നിറം നൽകുന്ന പ്രോട്ടീൻ എന്താണ്? കേസിൻ. പാലിന് നിറം നൽകുന്ന പ്രോട്ടീനാണ് കേസിൻ. പാലിന് മഞ്ഞ നിറം നൽകുന്ന വൈറ്റമിൻ ജീവകം B12 ആണ്. പാലിന് മഞ്ഞ നിറം നൽകുന്ന വൈറ്റമിൻ ജീവകം B12, വിറ്റാമിൻ B12 ആണ് പാലിന് മഞ്ഞ നിറം നൽകുന്നത്. പാലിന് നിറം നൽകുന്ന പ്രോട്ടീൻ കേസിൻ. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെക്കുറിച്ച് നോക്കാം. മസ്തിഷ്കത്തിൽ ഹൈപ്പോതലാമസിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന 2 ദളങ്ങളുള്ള ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിൽ മസ്തിഷ്കത്തിൽ ഹൈപ്പോതലാമസിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന 2 ദളങ്ങളുള്ള ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. നായക ഗ്രന്ഥി അല്ലെങ്കിൽ മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. നായക ഗ്രന്ഥി മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ആകൃതി പയർവിത്തിന്റെ ആകൃതിയാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ആകൃതി പയർവിത്തിന്റെ ആകൃതിയാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ, ഗൊണാഡോട്രോപിക് ഹോർമോൺ, വളർച്ചാ ഹോർമോൺ, പ്രൊലാക്റ്റിൻ എന്നിവയാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് പറഞ്ഞത്. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ, ഗൊണാഡോട്രോപിക് ഹോർമോൺ, വളർച്ചാ ഹോർമോണും പിന്നെ പ്രൊലാക്റ്റിനും ഉൽപ്പാദിപ്പിക്കുന്നു. എവിടെയാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻദളം. രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. രക്തസമ്മർദ്ദം ക്രമീകരിക്കാനായിട്ട് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ. ആന്റിബോഡി ആയിട്ട് പ്രവർത്തിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. ആന്റിബോഡി ആയിട്ട് പ്രവർത്തിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിൻ. രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ. ആന്റിബോഡി ആയിട്ട് പ്രവർത്തിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിൻ ആണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ, അവയുടെ ധർമ്മം നോക്കാം. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ ധർമ്മം തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുക എന്നതാണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നത് TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. അടുത്തതായിട്ട് അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ ACTH. അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോണിന്റെ ധർമ്മം അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുക എന്നതാണ്. അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നത് അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ ACTH ആണ്. അടുത്തതായിട്ട് ഗൊണാഡോട്രോപിക് ഹോർമോൺ അഥവാ GTHന്റെ ധർമ്മം പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനം, സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം എന്നിവ ഉത്തേജിപ്പിക്കുന്നു. പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനം,
സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം എന്നിവ ഉത്തേജിപ്പിക്കുന്നത് ഗൊണാഡോട്രോപിക് ഹോർമോൺ ആണ്. അടുത്തതായിട്ട് വളർച്ചാ ഹോർമോൺ അഥവാ GH, സൊമാറ്റോട്രോപിക് ഹോർമോൺ STH എന്നും അറിയപ്പെടുന്നു. ഇതിൻ്റെ ധർമ്മങ്ങൾ ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. വളർച്ചാ ഹോർമോണിൻ്റെ ധർമ്മം ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. അടുത്തതായിട്ട് പ്രൊലാക്റ്റിൻ, മുലപ്പാൽ ഉൽപാദനത്തെയായിട്ട് ബന്ധപ്പെട്ടാണ് പ്രൊലാക്റ്റിൻ എന്ന ഹോർമോൺ. മുലപ്പാൽ ഉൽപാദനം. ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്നറിയപ്പെടുന്നു. ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ TSH ആണ്. അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ ACTH. അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ. പുരുഷന്മാരിൽ വൃഷ്ണങ്ങളുടെ പ്രവർത്തനം, സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഗൊണാഡോട്രോപിക് ഹോർമോൺ GTH. അടുത്തതായിട്ട് മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? പ്രൊലാക്റ്റിൻ. നമ്മളെല്ലാം ഇപ്പം നോക്കിയതാണ്. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. ശരീര വളർച്ച ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്ന ഹോർമോൺ സൊമാറ്റോട്രോപിക് ഹോർമോൺ ആണ്. ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ സൊമാറ്റോട്രോപിക് ഹോർമോൺ. വളർച്ചാ ഹോർമോൺ എന്നും അറിയപ്പെടുന്നത് സൊമാറ്റോട്രോപിക് ഹോർമോൺ ആണ്. സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറയുന്നതിലൂടെ ശരീരത്തിന്റെ വളർച്ച മുരടിക്കുന്ന അവസ്ഥയെ വാമനത്വം അല്ലെങ്കിൽ ഡ്വാർഫിസം എന്ന് വിളിക്കുന്നു. സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറയുന്നതിലൂടെ ശരീരത്തിന്റെ വളർച്ച മുരടിക്കുന്ന അവസ്ഥ വാമനത്വം അല്ലെങ്കിൽ ഡ്വാർഫിസം എന്ന് വിളിക്കുന്നു. സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടുന്ന അവസ്ഥയെ ഭീമാകാരത്വം അല്ലെങ്കിൽ ജൈജാൻറ്റിസം എന്ന് വിളിക്കുന്നു. സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടുന്ന അവസ്ഥ ഭീമാകാരത്വം, ജൈജാൻറ്റിസം. വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവയിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയെ അക്രോമെഗാലി എന്ന് വിളിക്കുന്നു. വളർച്ചാഘട്ടത്തിന് ശേഷവും സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവയിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയാണ് അക്രോമെഗാലി. അടുത്തതായിട്ട് ഹൈപ്പോതലാമസ്. ശരീരത്തിലെ ന്യൂറോക്രൈൻ ഗ്രന്ഥിയാണ് ഹൈപ്പോതലാമസ്. ശരീരത്തിലെ ന്യൂറോക്രൈൻ ഗ്രന്ഥി ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയും മൊത്തത്തിൽ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയും മൊത്തമായിട്ടും നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോക്സിനും വാസോപ്രസിനും. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഓക്സിറ്റോക്സിൻ, വാസോപ്രസിൻ എന്നിവ ആണ്. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകളെ സംഭരിച്ചു വെക്കുകയും ആവശ്യാനുസരണം രക്തത്തിലേക്ക് കലർത്തുകയും ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻദളമാണ്. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകളെ സംഭരിച്ചു വെക്കുകയും ആവശ്യാനുസരണം രക്തത്തിൽ കലർത്തുകയും ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിൻദളം ആണ്. വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീകരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ. വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീകരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ. വാസോപ്രസിന്റെ അപരനാമം ആണ് ADH, അതായത് ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്നും അറിയപ്പെടുന്നത് വാസോപ്രസിൻ ആണ്. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ ഉൽപാദനം കൂടുകയും തണുപ്പ് കാലത്ത് ഉൽപാദനം കുറയുകയും ചെയ്യുന്നു. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ ഉൽപാദനം കൂടുന്നു, തണുപ്പ് കാലത്ത് വാസോപ്രസിന്റെ ഉൽപാദനം കുറയുകയും ചെയ്യുന്നു. ADHന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയെ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്നാണ് വിളിക്കുന്നത്. ADHന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥ ഡയബറ്റിക് ഇൻസിപ്പിഡസ്. ഗർഭപാത്രത്തിൽ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കാനും സഹായിക്കുന്ന ഹോർമോണാണ്
ഓക്സിറ്റോസിൻ ഗർഭപാത്രത്തിന്റെ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കാനും സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോക്സിൻ ആണ്. ഫിറമോൺ എന്താണെന്ന് ഒന്ന് ചുരുക്കമായി നോക്കാം. ആശയവിനിമയത്തിന് ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് സ്രവിക്കുന്ന രാസവസ്തുക്കളെയാണ് ഫിറമോൺസ് എന്ന് വിളിക്കുന്നത്. ആശയവിനിമയത്തിനായിട്ട് ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് സ്രവിക്കുന്ന രാസവസ്തുക്കളെ ഫിറമോണുകൾ എന്ന് വിളിക്കുന്നു. ഫിറമോണുകൾ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഇണയെ ആകർഷിക്കാൻ, ഭക്ഷണ ലഭ്യത അറിയിക്കാൻ, സഞ്ചാരപാത നിർണയിക്കൽ, അപകട സാധ്യത അറിയിക്കൽ എന്നിവയ്ക്കാണ്. അതേപോലെ തേനീച്ചകൾ, ചിതലുകൾ മുതലായവ കോളനിയായിട്ട് ജീവിക്കുന്നത് ഫിറമോണുകൾ ഉപയോഗിച്ചിട്ടുള്ള രാസ സന്ദേശങ്ങൾ വഴിയാണ്. തേനീച്ചകൾ, ചിതലുകൾ എന്നിവ കോളനിയായിട്ട് ജീവിക്കുന്നത് ഫിറമോണുകൾ ഉപയോഗിച്ചിട്ടുള്ള രാസ സന്ദേശങ്ങൾ വഴി ആണ്. കസ്തൂരിമാനിലെ കസ്തൂരി, വെരുകിലെ സിവറ്റോൺ, പെൺപട്ടനൂൽ ശലഭത്തിലെ ബോംബിക്കോൾ എന്നിവ ഫിറമോണുകൾക്ക് ഉദാഹരണമാണ്. കസ്തൂരിമാനിലെ കസ്തൂരി, വെരുകിലെ സിവറ്റോൺ, പെൺപട്ടനൂൽ ശലഭത്തിലെ ബോംബിക്കോൾ എന്നിവ ഫിറമോണുകൾക്ക് ഉദാഹരണമാണ്. കാർഷിക മേഖലയിൽ കൃത്രിമ ഫിറമോണുകൾ ഉപയോഗിച്ചിട്ടുള്ള കീടനിയന്ത്രണ മാർഗം അവലംബിച്ച് വരാറുണ്ട്. കാർഷിക രംഗത്ത് കൃത്രിമ ഫിറമോണുകൾ ഉപയോഗിച്ച് കീടനിയന്ത്രണം നടത്താറുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഗ്രന്ഥികളിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഹൈപ്പോതലാമസ്, അതേപോലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി, പൈനിയൽ ഗ്രന്ഥി, തൈമസ് ഗ്രന്ഥി, അഡ്രീനൽ ഗ്രന്ഥി, പാരാതൈറോയിഡ് ഗ്രന്ഥി, തൈറോയിഡ് ഗ്രന്ഥി, അതേപോലെ പാൻക്രിയാസിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സും ഒക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കരുതേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.